ആടുജീവിതം സിനിമയുടെ OTT റിലീസിനായിട്ട് ഒരുപാട് പേരാണ് കാത്തിരിക്കുന്നത്. എന്നാൽ സിനിമ റിലീസ് ചെയ്തിട്ട് മാസങ്ങളായിട്ടും സിനിമയുടെ OTT റിലീസ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. സിനിമയുടെ OTT റൈറ്റ്സ് സംബന്ധിച്ചുള്ള ഡീൽസൊന്നും ഇതുവരെയും നടന്നിട്ടില്ലെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിങ്ങനെ വൈകുന്നതിന് കാരണം ഓസ്കാർ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു പ്രധാന സ്റ്റുഡിയോയുമായിട്ട് ഒരു കരാറ് ആടുജീവിതം ടീം ഒപ്പിട്ടു. ഈ കരാറ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഈ കരാർ സംബന്ധിച്ചുള്ള ഡീലിങ്സൊക്കെ ഫൈനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും ആടുജീവിതം സിനിമയുടെ OTT റിലീസൊക്കെ ഉണ്ടാവുക. നേരത്തെ ആടുജീവിതം സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യാനിരുന്നതായിരുന്നു. ഇത് സംബന്ധിച്ച് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒഫീഷ്യലായിട്ട് സിനിമയുടെ ഒരു ക്ലിപ്പും പുറത്തുവിട്ടിരുന്നു. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഓസ്കാർ ലഭിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ. തുപ്പാക്കി സിനിമ ജൂൺ 21 റിലീസിന് ഒരുങ്ങുന്നു. പ്രഭുദേവൻ്റെ പെടാറാപ്പ് എന്ന സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് സീരീസ് സൗത്ത് നേടിയിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതിയൊക്കെ ഉടനെ തന്നെ പ്രഖ്യാപിക്കും. പ്രഭാസിൻ്റെ കൽക്കി 2898 AD എന്ന സിനിമയുടെ കേരള വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ വേഫാർ ഫിലിംസ് ആണ്. അതുപോലെ കൽക്കി സിനിമയിൽ ദുൽഖർ സൽമാൻ ഉണ്ടെന്ന് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. VUE സിനിമാസ് ബുക്കിംഗ് ആപ്പിൽ കൽക്കി സിനിമയുടെ കാസ്റ്റിങ്ങിൽ ദുൽഖർ സൽമാൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ദുൽഖർ സൽമാൻ ഈ ഒരു സിനിമയുടെ ഭാഗമാകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റീച്ച് കൽക്കി സിനിമയ്ക്ക് കേരളത്തിലുണ്ടാകും. ചിയാൻ വിക്രമിൻ്റെ തങ്കലാൻ എന്ന സിനിമ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് റിലീസിനെത്തുമെന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു റിലീസ് ഡേറ്റ് മാറ്റുമോ എന്നറിയില്ല. വിക്രമിൻ്റെ സിനിമകളെല്ലാം ഇതുപോലെ റിലീസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാവുന്നതാണ് ധ്രുവ നക്ഷത്രം എന്ന സിനിമയുടെ കാര്യം. ഇപ്പോഴും ആരും സിനിമ റിലീസായിട്ടില്ല. എന്തായാലും തങ്കലാൻ എന്ന സിനിമയെങ്കിലും ഓഗസ്റ്റ് 15 എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മമ്മൂക്കയും GVM ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ മാസം ജൂൺ 15 തുടങ്ങാനിരിക്കുകയാണ്. മമ്മൂക്ക ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നത് ജൂൺ 20 ഈ ഒരു സിനിമയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്ന പ്രധാന അപ്ഡേറ്റ് എന്തെന്നാൽ ഈ ഒരു സിനിമയിൽ നായികയായിട്ടെത്തുന്നത് സാമന്തയായിരിക്കുമെന്നാണ് പറയുന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ആയിരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കാത്തിരിക്കാം കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകൾക്കായി.